നമസ്കാരം. സിറിയയിൽ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ അനുയായികളും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200 കവിഞ്ഞു. ഇനിയും നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര ഏജൻസികളും നൽകുന്ന സൂചന. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് ആക്രമണങ്ങൾ നടന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ടാണ് ആക്രമണങ്ങൾ അരങ്ങേറിയത്. നേരത്തെ തന്നെ അസദിൻ്റെ അനുയായികളും സൈന്യവും തമ്മിൽ പലതവണ നേരിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും രൂക്ഷമായ തോതിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് ഇപ്പോഴാണ്. ലതാക്കിയ മേഖലയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടോർട്ടസിലേക്കും വ്യാപിക്കുകയായിരുന്നു. അസദ് അനുകൂലികളുടെ ശക്തി കേന്ദ്രമായ ലതാക്കിയൻ ഗ്രാമങ്ങളിൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി ബ്രിട്ടീഷ് ഏജൻസികൾ വെളിപ്പെടുത്തി. ബാഷർ അൽ അസദിൻ്റെ അനുയായികൾ ഇപ്പോഴും സിറിയയിലെ ചില മേഖലകളിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും സൈന്യത്തിന് നേർക്ക് ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇത് തുടർച്ചയായി സംഭവിച്ച സാഹചര്യത്തിലാണ് സൈന്യം ശക്തമായ തോതിൽ ഇടപെടാനും ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ടുനിന്ന ബാഷർ അൽ അസദിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് വിമതർ അതിശക്തമായ തോതിൽ ഏറ്റുമുട്ടിയതും ഒടുവിൽ അവർ അധികാരം പിടിച്ചത്. അസദാകട്ടെ പിന്നീട് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ എല്ലാവിധ ആസ്തികളും റഷ്യയിലേക്ക് കടത്തിയതായി അന്ന് ആരോപണങ്ങളും ഉയർന്നിരുന്നു. അസദ് സ്ഥലത്തില്ലെങ്കിലും ഇയാളുടെ അനുയായികൾ ഇപ്പോഴും വൻതോതിൽ പല ഭാഗങ്ങളിൽ സംഘടിക്കുകയും നേരിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പതിവാക്കിയിരുന്നു. അസദിൻ്റെ സൈന്യത്തിലെ ദി ടൈഗർ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ അനുയായികളാണ് ആദ്യം പ്രശ്നമുണ്ടാക്കിയത്. ഇവർ ഒരു സൈനിക പോസ്റ്റിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് നിരന്തരമായി ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയയിൽ ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽപ്പെടുന്നവരാണ് അസദിൻ്റെ കുടുംബം. ബാഷർ അൽ അസദ് നാട് വിട്ടതിന് ശേഷം ഈ വിഭാഗങ്ങൾക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. നേരത്തെ അസദ് ഭരണത്തിലായിരുന്ന സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു ഏറ്റവും അധികം ഉയർന്ന പദവികൾ നൽകുന്നതെന്ന ആരോപണങ്ങളും അന്ന് ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾ ഏതാണ്ട് സത്യവുമായിരുന്നു. അങ്ങനെ അന്നു മുതൽ തന്നെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിരുന്നു. എന്നാൽ അന്ന് അസദിൻ്റെ ശക്തമായ ഭരണത്തിന് കീഴിൽ എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന ഈ രീതിയിൽ എതിരാളികളെയൊക്കെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ സ്ഥിരം പരിപാടി. മാത്രമല്ല വിമതർക്കായി പ്രത്യേക ജയിലുകൾ തീർക്കുകയും അവിടെ അതിഭീകരമായ രീതിയിൽ ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്നതൊക്കെ തന്നെ പതിവാക്കിയ ഭരണാധികാരിയായിരുന്നു അസദ്. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതമായിട്ടാണ് ഒടുവിൽ അവിടെ വിമതർ ഏറ്റുമുട്ടിയത്. വിമതരുടെ നേതാവായിരുന്ന അഹമ്മദ് അൽ ഷാര ആണ് ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ്. എല്ലാവിധത്തിലും ഈ അക്രമങ്ങളെ അടിച്ചമർത്താൻ തന്നെയാണ് സർക്കാരിൻ്റെ ശ്രമമെന്നാണ് അൽ ഷാര വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും മരണസംഖ്യ ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരിൽ 50-ലധികം പേർ സൈനികരാണ് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ സാധാരണക്കാരായ നിരവധി പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചില ഗ്രാമങ്ങളിൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ അവിടുത്തെ ഭൂരിഭാഗം പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്നും സൂചനയുണ്ട്. ഏതായാലും വീണ്ടും സിറിയയിലെ സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി രൂക്ഷമാവുകയാണ്. ഇത് എങ്ങനെ വിമത സർക്കാർ അടിച്ചമർത്തും എന്ന ആകാംക്ഷയിലാണ് ലോകരാഷ്ട്രങ്ങൾ.